എല്ലാവർക്കും നമസ്കാരം. ബിബീസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നാളെ 6/5/2025 ജൂൺ മാസം വെള്ളിയാഴ്ച ദിവസം നിർജ്ജല ഏകാദശിയാണ്. നിർജ്ജല ഏകാദശി ഹിന്ദു മതത്തിൽ ഏറ്റവും ശക്തമായ ഏകാദശി വ്രതമാണ്. നിർജ്ജല എന്നത് വെള്ളമില്ലാതെ എന്നർത്ഥം. ഒരു വർഷത്തിലെ 24 ഏകാദശി വ്രതങ്ങളും അനുഷ്ഠിച്ച ഫലമാണ് ഈ ഒരു നിർജ്ജല ഏകാദശി എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ ദിവസം വെള്ളവും ആഹാരവും ഉറക്കവുമില്ലാതെ ഉപവസിക്കുന്നത് ജീവിതത്തിലെ സകല ദുരിതങ്ങളും തീർത്ത് ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുമെന്ന് വിശ്വാസം. നിർജ്ജല ഏകാദശി പാണ്ഡവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാണ്ഡവരിലെ ഭീമൻ മാത്രം ഒരു ഏകാദശി വ്രതവും അനുഷ്ഠിച്ചിരുന്നില്ല. കാരണം ഭീമസേനന് വിശപ്പ് സഹിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഒരിക്കൽ വ്യാസഭഗവാനോട് ഭീമൻ തൻ്റെ സങ്കടങ്ങൾ പറയുന്നു. വർഷത്തിൽ 24 ഏകാദശിയും തൻ്റെ അമ്മയും ദ്രൗപദിയും സഹോദരങ്ങളും അനുഷ്ഠിക്കാറുണ്ട്. എന്നാൽ തനിക്ക് മാത്രം വിശപ്പ് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു വ്രതവും അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു മാർഗം നിർദ്ദേശിക്കണമെന്നും 24 ഏകാദശി അനുഷ്ഠിച്ച ഫലം അതിൽ നിന്നും ലഭിക്കണമെന്നും ആവശ്യപ്പെടുന്നു. അങ്ങനെ വ്യാസഭഗവാൻ നിർദ്ദേശിച്ച വ്രതമാണ് നിർജ്ജല ഏകാദശി വ്രതം. മറ്റൊരു ഏകാദശി വ്രതവും അനുഷ്ഠിച്ചില്ലെങ്കിലും ജീവിതകാലം മുഴുവൻ ഈ ഒരു നിർജ്ജല ഏകാദശി വ്രതം മാത്രം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സകല ഏകാദശി എടുത്തതിന് തുല്യമായി എന്നും എല്ലാ പാപങ്ങളും ദുരിതങ്ങളും തീർന്ന് ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും പ്രീതിയും ലഭിക്കുമെന്നും നിർദ്ദേശിച്ചു. വ്യാസന്റെ ഉപദേശം സ്വീകരിച്ച ഭീമൻ ജലപാനമില്ലാതെ വ്രതം അനുഷ്ഠിച്ചു. ദ്വാദശി ദിനത്തിൽ ബോധരഹിതനാവുകയും ചെയ്തു. തുടർന്ന് പാണ്ഡവർ ഗംഗാജലവും തുളസി തീർത്ഥവും നൽകി ഉണർത്തിയെന്നാണ് വിശ്വാസം. ഏകാദശി വ്രതം നോൽക്കുന്നവർ തലേ ദിവസം, അതായത് ജൂൺ 5-ാം തീയതി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു മന്ത്രങ്ങളെല്ലാം ചൊല്ലി ഒരിക്കലെടുത്ത് വ്രതം ആരംഭിക്കണം. അന്നത്തെ ദിവസം നിലത്ത് വേണം കിടന്നുറങ്ങാൻ. ഏകാദശി ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണം. വിഷ്ണു സഹസ്രനാമം, നാരായണീയം, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയവ വായിക്കുന്നത് ഉത്തമം. അതിന് കഴിയാത്തവർ ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഓം നമോ ശ്രീ നാരായണായ എന്നീ മന്ത്രങ്ങൾ 108 തവണ അല്ലെങ്കിൽ 1008 തവണ ജപിക്കാവുന്നതാണ്. മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തര നാമാവലി കേൾക്കുന്നതും ജപിക്കുന്നതും വളരെ നല്ലത്. ഈ ദിവസം കഴിയുന്നത്ര ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക. ദശമി ദിവസം കുളിച്ച് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം. പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാൻ സാധ്യമല്ലാത്തവർ പാലും പഴങ്ങളും കഴിക്കാം. അടുത്ത ദിവസം രാവിലെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തുളസി തീർത്ഥം കുടിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാം. നിർജ്ജല ഏകാദശി പോലെയുള്ള വ്രതം അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായും അവരുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച് വേണം വ്രതം അനുഷ്ഠിക്കാനായിട്ട്. ഏകാദശി വ്രതം എടുക്കാൻ കഴിയാത്തവർ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, വിഷ്ണു മന്ത്രങ്ങൾ ചൊല്ലുക. ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപായസം, പുരുഷസൂക്തം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ്. എല്ലാ പാപങ്ങളും നശിക്കാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവാൻ ദിവസം മുഴുവൻ ഭക്തിയോടെ നാമങ്ങൾ ജപിക്കുക. മനഃശുദ്ധിയോടുകൂടി വ്രതശുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും, ആയുരാരോഗ്യം, സമ്പത്തും കീർത്തിയും, ശത്രുനാശം, സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിന് ഇടയാകും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇത്തരം ദൈവികമായ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ നമ്മുടെ ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പിൽ അംഗമാവുക. ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പിൽ അംഗമാവണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അസസ് ടു ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പ് എന്ന ഓപ്ഷനിലൂടെ ഗ്രൂപ്പിൽ അംഗമാവുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ആശംസിക്കുന്നു. ഓം നമോ ശ്രീ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.